പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഈ മാസം 21-ന് കേരളത്തിലെത്തും. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭയുടെ അനുമതി. ക്യാൻസർ ചികിത്സയ്ക്കായുള്ള സൌജന്യ യാത്രയ്ക്കായി KSRTC ഹാപ്പി ലോങ് ലൈഫ് കാർഡ് അവതരിപ്പിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രഞ്ജി ട്രോഫി ആദ്യ ദിനത്തിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്ര 7 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാഷ്ട്രപതി ഭവനിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഈ മാസം 21-നാണ് കേരളത്തിലെത്തുന്നത്. തിരുവനന്തപുരത്ത് രാഷ്ട്രപതിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും. 22-ന് ശ്രീമതി മുർമു ശബരിമല ക്ഷേത്രം സന്ദർശിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. 23-ന് തിരുവനന്തപുരത്തും കോട്ടയത്തും വിവിധ പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. 24-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശേഷം വൈകുന്നേരത്തോടെ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. നവംബർ 1-ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊച്ചി ഇൻഫോ പാർക്ക് 1ാംഘട്ട ക്യാമ്പസിലെ 88 സെന്റ് ഭൂമിയിൽ നോൺ സെസ് IT കെട്ടിടം നിർമ്മിക്കുന്നതിനും മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി. ഗതാഗത വകുപ്പ് വിപ്ലവകരമായ പദ്ധതികളാണ് വരും വർഷങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവല്ലയിൽ വിഷൻ 2031 അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി അടക്കം ഉപയോഗിച്ച് KSRTCയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ക്യാൻസർ ചികിത്സയ്ക്കായുള്ള സൌജന്യ യാത്രകളിൽ KSRTC ഹാപ്പി ലോങ് ലൈഫ് കാർഡ് അവതരിപ്പിക്കും. 6 മാസ കാലാവധിയുള്ള പഞ്ചിങ് കാർഡ് ഉപയോഗിച്ച് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ സൌജന്യമായി യാത്ര ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് അവർ പ്രസന്റ്ലി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ചികിത്സിക്കുന്ന ഡോക്ടറുള്ള ഹോസ്പിറ്റൽ വരെ പോകാനുള്ള പാസ്സാണ് കൊടുക്കുന്നത്. ആ പാസ്സിൽ വരെ ഫോട്ടോ ഉണ്ടാവും. അത് പഞ്ച് ചെയ്യുന്ന കാർഡായിരിക്കും. ഇതിനെ മിസ്യൂസ് പാടില്ല. റോങ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ യാതൊരു നോട്ടീസും കൂടാതെ പാസ് റദ്ദാക്കും. ലോക്കൽ ബസ്സുകളിലടക്കം എല്ലാ ബസ്സുകളിലും ഹാപ്പി ലോങ് ലൈഫ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച 2 സീറ്റ് റിസർവ് ചെയ്യും. ആ സീറ്റിൽ ആർക്കും ഇരിക്കാം. പക്ഷേ ഈ കാർഡുമായി വരുന്ന ആൾ വരുമ്പോൾ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എഴുന്നേറ്റ് കൊടുക്കണം. കൊച്ചിയിൽ സ്വകാര്യ സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ പുറത്തു നിർത്തിയ സംഭവം ചട്ടവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ മാനേജ്മെന്റിനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെന്ന നയമാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിന്റെ ഭാഗമായി വിഷയത്തിൽ സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായെന്നാണ് നിലവിൽ വിവരം ലഭിക്കുന്നതെന്നും സർക്കാരും ഈ സമവായം അംഗീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം പുന്നമൂട് സ്കൂളിലെ +2 വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായ 9 കുട്ടികളെയും ഒരു ടീച്ചറെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. കേരളത്തിലെ കാർഷിക വ്യാവസായിക തൊഴിലാളികളുടെ മിനിമം വേതനത്തിലെ ക്ഷാമബത്ത നിശ്ചയിക്കുന്ന ഉപഭോക്തൃ വില സൂചിക പരിഷ്കരണത്തിനായുള്ള കുടുംബ ബജറ്റ് സർവേക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. നിലവിൽ 2011-12 വർഷത്തെ ഉപഭോഗ രീതി അടിസ്ഥാനമാക്കിയുള്ള സൂചികയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 1 വർഷം നീണ്ടുനിൽക്കുന്ന സർവേക്കായി മിനിമം വേതന നിയമം ബാധകമായ 7920 തൊഴിലാളി കുടുംബങ്ങളെ തെരഞ്ഞെടുക്കും. ഇതിനായി 21 അംഗ സംസ്ഥാനതല കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിവിഷൻ കമ്മിറ്റി രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ സംസ്ഥാനത്ത് ആശങ്കാജനകമായ വിധത്തിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ 59 ലൈസൻസുകൾ റദ്ദാക്കിയതായി കേരള പോലീസ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ അലക്ഷ്യമായുള്ള ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ 9747 001099 എന്ന ശുഭയാത്രാ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾ ഉൾപ്പെട്ട 330 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 108 എണ്ണം കാൽനട യാത്രക്കാരെ ഇടിച്ചിട്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡുംഗെ എറണാകുളം കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. സ്വകാര്യ നേത്ര ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. മൃതദേഹം കെനിയയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. റെയ്ല ഒഡുംഗെയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. തുലാമാസം 1 ഒക്ടോബർ 18 രാവിലെ സന്നിധാനത്ത് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ മാസം 22 ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ആറന്മുളയിലെ വള്ളസദ്യ വഴിപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആചാരലംഘന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി VN വാസവൻ. വള്ളസദ്യയ്ക്ക് 1 മാസത്തിന് ശേഷം ഇത്തരത്തിലൊരു വാർത്ത വന്നത് തികച്ചും ആസൂത്രിതമായ നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യയിലെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്ന് ക്ഷേത്രം തന്ത്രി വ്യക്തമാക്കി. ആചാരലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണറുടെ കത്ത് വന്നതിനാലാണ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വള്ളസദ്യയിൽ ആചാരലംഘനമുണ്ടായ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദി പള്ളിയോട സേവാ സംഘമാണെന്ന് ക്ഷേത്രോപദേശക സമിതി വിമർശനമുന്നയിച്ചു. പ്രതിരോധ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കാനുള്ള സ്പർശ് ഔട്ട്റീച്ച് പരിപാടിയുടെ ഉദ്ഘാടനം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രതിരോധ പെൻഷൻ ലഭിക്കാത്തവരുടെയും കുറഞ്ഞ തുക മാത്രം പ്രതിരോധ പെൻഷനായി ലഭിക്കുന്നവരുടെയും പരാതികൾ പരിഹരിക്കുകയാണ് സ്പർശ് ഔട്ട്റീച്ച് പരിപാടിയുടെ മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. രാവിലെ 9 മണി മുതൽ തന്നെ പരാതികൾ സ്വീകരിക്കുകയും നാളെ തന്നെ എല്ലാ പരാതികളും പരിഹരിക്കുകയുമാണ് ലക്ഷ്യം. ഇതിനുശേഷം പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ തൽക്ഷണം നൽകും. ഇവയെല്ലാം തീർപ്പാക്കുന്നതുവരെ നാളെ പരിപാടി തുടരുകയും ചെയ്യും. ബാങ്കുകൾ, റെക്കോർഡ് ഓഫീസുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട രേഖകളുമായി എത്തുന്നതിനാൽ എല്ലാ പരാതികളും ഇവിടെ വെച്ച് തന്നെ തീർപ്പാക്കാനാകും. രേഖകളിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കുന്നതാണ്. ദൂരദർശനിലെ മഹാഭാരതം പരമ്പരയിൽ കർണനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടൻ പങ്കജ് ധീർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. 2ാം വരവ് എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 19 വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ മുതലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ മഹാരാഷ്ട്ര 7 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എന്ന നിലയിൽ. തുടക്കം മുതൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട മഹാരാഷ്ട്രയെ ഋതുരാജ് ഗെയ്ക്വാദ്, ജലജ് സക്സേന കൂട്ടുകെട്ടാണ് ഭേദപ്പെട്ട നിലയിലെത്തിച്ചത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ കേരളം മഹാരാഷ്ട്രയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഈ സീസണിലെ കേരളത്തിന്റെ ആദ്യ മത്സരമാണിത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നാളെ രാവിലെ 8 മണിക്ക് കാഞ്ഞങ്ങാട് നിന്നും ആരംഭിക്കും. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 21-ാം തീയതി തിരുവനന്തപുരത്ത് ഘോഷയാത്ര സമാപിക്കും. ഒളിമ്പിക് മാതൃകയിൽ നടക്കുന്ന കായികമേളയ്ക്ക് ഈ വർഷം ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഈ മാസം 21 കേരളത്തിലെത്തും. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭയുടെ അനുമതി. ക്യാൻസർ ചികിത്സയ്ക്കായുള്ള സൌജന്യ യാത്രയ്ക്കായി KSRTC ഹാപ്പി ലോങ് ലൈഫ് കാർഡ് അവതരിപ്പിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രഞ്ജി ട്രോഫി ആദ്യ ദിനത്തിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്ര 7 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.